നമ്മുടെ ഉത്കണ്ഠയെയും നമ്മുടെ ഭയയെയും നമ്മൾ ഇമാജിനേഷൻ കൊണ്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് നമ്മൾ ആഗ്രഹിക്കുന്നത് വെറുതെ സമയമൊക്കെ വേസ്റ്റാക്കി ഒന്നിനും കൊള്ളാത്ത ഒരാളായി ഒരു നല്ല ജോലിയൊന്നുമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരാളായിട്ട് ജീവിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു വേസ്റ്റ് ജന്മമായിട്ട് നമ്മളങ്ങനെ കഴിഞ്ഞു പോകാനാ? ഒരു വേലക്കാരനെ പോലെ വെറുതെ കുറേ മനുഷ്യന്മാരെ വീഡിയോ കണ്ടിരുന്ന് അങ്ങനെ ജീവിച്ചു പോകാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല. അപ്പം നമ്മൾ വലിയ ലെവലിലെത്തി ആലോചിക്കണം. നമ്മൾ ഭാവിയിൽ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ ഇമാജിനേഷനിലൂടെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ടത്. ഏതായാലും നമ്മളെ ഇമാജിനേഷൻ വിഷ്വലൈസേഷൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണടക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഇമാജിനറി ബട്ടൺ നിങ്ങൾ പ്രതീക്ഷിക്കുക. കയ്യിൻ്റെ ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്നു. ബൂം! നിങ്ങളെ ഉത്കണ്ഠ ഒരു ബലൂൺ പോലെ പൊട്ടിത്തെറിച്ചങ്ങ് പോയി. ജസ്റ്റ് വിഷ്വലൈസ് ഇറ്റ്. നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ അലട്ടുന്ന സമ്മർദ്ദങ്ങൾ, ടെൻഷന്, ഒരു ബട്ടൺ ഠും ഠും പൊട്ടിപ്പോയി ബലൂൺ പോലെ. ഇനി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും ഇല്ലെങ്കിൽ നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? നിങ്ങളിപ്പം എപ്പോഴും ഇങ്ങനെ ബേജാറായി നിൽക്കുന്ന നിങ്ങൾക്ക് ഇതില്ലാത്തൊരു ലോകം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്ക്. വളരെ ഹാപ്പിയായി നടക്കുന്ന നിങ്ങൾ. ഇമാജിൻ ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്. ഒരു ശാന്തമായ കടൽ തീരത്തൂടെ വളരെ ഹാപ്പിയായി കയ്യിലൊരു ബലൂണൊക്കെ പിടിച്ച് ചിരിച്ച് ഒരു കുട്ടിയെ പോലെ നിങ്ങളിങ്ങനെ നടന്ന് നീങ്ങുന്നു. ഇമാജിൻ ഇറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചാണ് പേടിയെങ്കിൽ നിങ്ങളിങ്ങനെ ഹാപ്പിയായി നല്ലൊരു കഫ്തേരിയയിലേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നടന്ന് നീങ്ങുന്നു. അവിടെ പോയിട്ട് നല്ല രുചിയൂറും ഒരു കോഫി നിങ്ങൾ ഓർഡർ ചെയ്യുന്നു. ആ കോഫി നിങ്ങൾ കുടിക്കുന്നു. വിഷ്വലൈസ് ഇറ്റ്. നിങ്ങൾ ഭലട്ടുന്ന സ്പൈഡർ അല്ലെങ്കിൽ കോക്രോച്ച് അതാ ചുമരിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നു. നിങ്ങൾ ആ ഒരു സഹജീവിയുടെ യാത്രയെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നു. അവർ പാട്ട് പാടുന്നത് പോലെ ആ ചുമരിലൂടെ ഇങ്ങനെ പാട്ട് പാടി നടക്കുന്നു. വിഷ്വലൈസ് ഇറ്റ്. ഒക്കെ നമ്മളെ മൈൻഡ് നമ്മളെ കബളിപ്പിക്കുകയാണ്. എല്ലാം നമ്മളെ മൈൻഡ് കബളിപ്പിക്കുന്നതാണ്, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമൊക്കെ നമ്മുടെ തലച്ചോറില്ല. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിച്ചതിൻ്റെ ഫലമാണ്. അതിനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നോ പ്രോബ്ലം. ഇനി നിങ്ങളുടെ ഇപ്പം പഠനത്തിലൊക്കെ മുഷിപ്പുള്ളതാണെങ്കിൽ നിങ്ങളിങ്ങനെ പഠിച്ച് തുടങ്ങുകയാണ്. നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ മുഴുകുകയാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക? അതൊക്കെ ഒന്ന് ചിന്തിക്കും. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഉത്കണ്ഠകളെ ഉത്കണ്ഠയില്ലാത്തൊരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വിഷ്വലൈസ് ചെയ്തത്, ദൃശ്യവൽക്കരിച്ച് കാണുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഒരു പേനയും പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. ഇപ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്നൊരു സമയത്ത്, ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളൊരു ഭീകരജീവിയെ പോലെയാണ്. ഒരു ഭയം, പേടി, ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു ഭീകരജീവിയെ പോലെയാണ്. ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ ഒരു ശാന്തന് സുന്ദരനായിട്ടൊരു മാലാഖയെ പോലെയാണ്. അതൊന്നിങ്ങനെ ചിത്രീകരിക്കുക അവിടെ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പ്രചോദനാത്മകമായ ചില ചിന്തകൾ ചോദിക്കാം. എന്താണ് ഞാൻ മാറ്റേണ്ടത്? എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്? എന്നിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ട് നിൽക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് മാറ്റേണ്ടത്? എന്നിട്ട് ആ മാറിയ രൂപത്തിൽ നിങ്ങളൊന്ന് ദൃശ്യവൽക്കരിച്ച് കാണാൻ നോക്കുക. നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങളും അതിനെ ടാക്കിൾ ചെയ്യാനുള്ള രീതികളും പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ മറികടക്കൽ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇനി വീണ്ടും നമുക്ക് ഇമാജിനേഷനുള്ള ബട്ടൺ അമർത്തുന്നു. അവിടെ നമ്മൾ വീണ്ടും നമ്മളെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ വിജയം വരിച്ചിട്ടുള്ള നമ്മളുടെ ആ ചിത്രം അവിടെ തെളിഞ്ഞു വരികയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു പൂന്തോപ്പിലൂടെ നമ്മളിങ്ങനെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ നടക്കുന്ന ചിത്രം ധരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഉത്കണ്ഠയെ നമ്മൾ പൊട്ടിച്ചതുപോലെ നമ്മുടെ ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള രൂപത്തെ ഈ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് എപ്പോഴും ദൃശ്യവൽക്കരിച്ച് കാണാം. എപ്പോഴും നമുക്ക് ഇമാജിൻ ചെയ്ത് കാണാം. എപ്പോഴാണോ നമുക്ക് ആങ്സൈറ്റി വീടുന്നത് ഈ എക്സസൈസ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക.